1 യോഹന്നാന്റെ ലേഖനം 4-ാം അധ്യായത്തിന്റെ 18-ാമത്തെ വാക്യം. സ്നേഹത്തിൽ ഭയമില്ല, ഭയത്തിന് ദണ്ഡനമുള്ളതിനാൽ തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കി കളയുന്നു. ഭയപ്പെടുന്നവൻ സ്നേഹത്തിൽ തികഞ്ഞവനുമല്ല. ജീവവചന പ്രഭാത ധ്യാന ചിന്തയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. ദൈവസ്നേഹത്തെ സംശയിക്കരുത് എന്നൊരു ചിന്തയാണ് ഇന്ന് നാം ചിന്തിക്കുവാൻ താല്പര്യപ്പെടുന്നത്. കുടുംബങ്ങളെ, യഥാർത്ഥ സ്നേഹം ദൈവസ്നേഹമാണ്. അത് പകരം വയ്ക്കാനില്ലാത്ത സ്നേഹമാണ്. ആ സ്നേഹത്തിൽ ഭയമില്ല. ദൈവസ്നേഹത്താൽ നമ്മെ സ്നേഹിക്കുന്നവരെ നാം ഭയപ്പെടേണ്ട കാര്യമില്ല. അവർ നമ്മെ ചതിക്കുകയില്ല. നമ്മിൽ നിന്ന് എന്തെങ്കിലും പ്രതീക്ഷിച്ചുകൊണ്ടല്ല അവർ നമ്മെ സ്നേഹിക്കുന്നത്. എന്നാൽ പലപ്പോഴും പലരും ദൈവസ്നേഹം പകരുന്നവരെ സംശയിക്കുന്നവരാണ്. ആ സംശയത്തിന് കാരണം ഭയമാണ്. സ്നേഹം സംശയിക്കപ്പെട്ടതിൻ്റെ ഒരു ഉദാഹരണമാണ് യോസഫിൻ്റെ ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നത്. യാക്കോബിൻ്റെ 12 മക്കൾ, അതിൽ ഇളയവനായി യോസഫ് മിസ്രയീം ദേശത്തിൻ്റെ ഭരണാധിപനായി ദൈവത്താൽ ഉയർത്തപ്പെട്ടിരിക്കുന്നു. ദേശത്ത് വ്യാപരിച്ച ക്ഷാമവറുതിയിൽ ഭക്ഷണം കൈക്കൊള്ളുവാൻ അപ്പനാൽ അയക്കപ്പെട്ട മക്കൾ മിസ്രയീമിൽ ധാന്യം കൊള്ളുവാൻ വരികയും നീണ്ട വർഷങ്ങൾക്ക് മുൻപ് തങ്ങൾ അസൂയയാൽ ഉപദ്രവിക്കുകയും വിറ്റുകളയുകയും ചെയ്ത തങ്ങളുടെ ഇളയ സഹോദരൻ യോസഫ് തൻ്റെ മുൻപിൽ നിൽക്കുന്നത് സ്വന്തം സഹോദരന്മാരാണെന്ന് തിരിച്ചറിഞ്ഞ് ഒരു പ്രതികാര ചിന്തയുമില്ലാതെ തികഞ്ഞ സ്നേഹത്താൽ അവരെ കൈക്കൊണ്ടു. യോസഫിൻ്റെ സ്നേഹവും കരുതലും ആതിഥ്യ മര്യാദകളുമൊക്കെ അവോളം അനുഭവിച്ചറിഞ്ഞ സഹോദരന്മാർ യോസഫ് തങ്ങളെ തിരിച്ചറിഞ്ഞിരിക്കുന്നു എന്നറിഞ്ഞപ്പോൾ തങ്ങൾ അവനോട് ചെയ്ത ദ്രോഹങ്ങൾ ഓർക്കുകയും യോസഫ് തങ്ങളോട് പ്രതികാര ചിന്തയുള്ളവനായിരിക്കുകയും ചെയ്യുമോ എന്ന് ഭയപ്പെടുകയും ചെയ്തു. സഹോദരന്മാർ തന്നോട് ചെയ്ത ക്രൂരതകൾ, ആ വേദനാജനകമായ സന്ദർഭങ്ങൾ, സാഹചര്യങ്ങളൊക്കെ യോസഫ് ഓർത്തെങ്കിലും തന്നിൽ ലേശം പോലും പ്രതികാര ചിന്തയില്ലായിരുന്നു. ആ കൂടിക്കാഴ്ചയിലും താൻ ദൈവിക പദ്ധതിയെ കാണുവാനിടയായി എന്നുള്ളതാണ് സത്യം. അവർ അങ്ങനെ ചെയ്തതിനാലാണല്ലോ എനിക്ക് ഇവിടെ വരേണ്ടി വന്നതും ഈ പദവിയിലേക്കും അധികാരത്തിലേക്കും എത്തുവാൻ കഴിഞ്ഞതും എന്നൊക്കെ ഓർത്ത് യോസഫിന് സഹോദരന്മാരോട് ക്ഷമിക്കുവാനും അവരെ സ്നേഹിക്കുവാനും കഴിഞ്ഞു. അവർ എന്നെ തള്ളിക്കളഞ്ഞെങ്കിലും ദൈവം എന്നെ തൻ്റെ പദ്ധതി പ്രകാരം ഇവിടെ എത്തിക്കുകയും ഇന്ന് എൻ്റെ സഹോദരന്മാരുടെ മുട്ടുതീർക്കുവാൻ തക്കവണ്ണം അവനെ ഉയർത്തുകയും എൻ്റെ പിതൃഭവനത്തിന് രക്ഷ വരുത്തുവാൻ എന്നെ ഉപയോഗിക്കുകയും ചെയ്തിരിക്കുന്നു എന്നതിനാൽ തൻ്റെ ഉള്ളം നന്ദിയാൽ നിറയുകയായിരുന്നു. യോസഫിൻ്റെ ഹൃദയം തൻ്റെ സഹോദരന്മാരോട് ക്ഷമിക്കുകയും സഹോദരന്മാരെ കണ്ടതിനാലും അപ്പനെക്കുറിച്ച് അറിഞ്ഞതിനാലും സന്തോഷം കൊണ്ടും സ്നേഹം കൊണ്ടും നിറഞ്ഞു. താൻ ദൈവസന്നിധിയിൽ നന്ദി അർപ്പിച്ച് കരഞ്ഞു. സഹോദരന്മാർക്ക് ഗുണം ചെയ്യുവാൻ തനിക്ക് ഇടവരുത്തിയ ദൈവത്തിന് താൻ നന്ദി അർപ്പിക്കുന്നവനായി തീർന്നു. എന്നാൽ സഹോദരന്മാരുടെ ഹൃദയം ഭയം കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. അവർ യോസഫിൻ്റെ സ്നേഹത്തെ സംശയിച്ചു. യോസഫിൻ്റെ സ്നേഹത്തെ സംശയിച്ച സഹോദരന്മാർ യോസഫിന് തങ്ങളെ ശിക്ഷിക്കുവാൻ തക്ക അധികാരവും പദവിയും അവനുള്ളത് കൊണ്ട് അവൻ തങ്ങളോട് പ്രതികാരം ചെയ്യും എന്നാണ് അവർ ചിന്തിച്ചതും ഭയപ്പെട്ടതും. അവർ തികച്ചും ഭീരുക്കളായി ഭവിച്ചു. അതിന് കാരണവും അവരുടെ സ്നേഹമില്ലായ്മയും അസൂയയുമായിരുന്നു. പ്രിയരെ, ദൈവകൃപയുള്ളവന്, ദൈവസ്നേഹം അനുഭവിച്ചവന്, ദൈവിക ദർശനം പ്രാപിച്ചവന്, ദൈവിക നടത്തിപ്പ് അനുഭവിക്കുന്നവന്, അങ്ങനെയുള്ള മനുഷ്യർക്ക് അവരുടെ ഹൃദയത്തിൽ ആരോടും പകയോ പ്രതികാര ചിന്തയോ ഉണ്ടായിരിക്കുവാൻ പറ്റുകയില്ല. കാരണം അവനറിയാം, എൻ്റെ മേൽ നടക്കുന്നത്, ഞാൻ അനുഭവിക്കുന്നത്, അത് മറ്റുള്ളവരുടെ നിന്ദയായിരുന്നാലും ഉപദ്രവമായിരുന്നാലും അപമാനമായിരുന്നാലും ഞാൻ അനുഭവിക്കുന്ന വേദനകളും ഇല്ലായ്മകളും ഒക്കെ ആയിരുന്നാലും അത് ഞാൻ ദൈവിക പദ്ധതിയിലേക്ക് വരുത്തപ്പെടുന്നതിനുള്ള ദൈവിക വഴിയാണ് എന്നവർ തിരിച്ചറിയും. അതിന് ഉപകരിക്കപ്പെടുന്ന വ്യക്തികളോട് പ്രതികാര ചിന്ത വെച്ചിട്ട് എന്ത് കാര്യം? അപ്രകാരം നമ്മുടെ ഉള്ളിൽ ഒരു പ്രതികാര ചിന്ത
വെളിപ്പെട്ടിട്ടുണ്ടെങ്കിൽ കൂടപ്പിറപ്പുകൾ, അത് നാം നന്ദികേടുള്ളവരായി തീരുവാനും ദൈവിക ശിക്ഷയ്ക്ക് പാത്രീഭൂതരായി തീരുവാനും ഒക്കെ ഇടയാകുന്ന സാഹചര്യങ്ങളും കാരണങ്ങളുമായി തീരും എന്ന് തിരിച്ചറിഞ്ഞ് ഇന്ന് പകലിൽ വചനത്തിൻ്റെ കേൾവിയിൽ നമുക്ക് മനസ്സാന്തരം ഉണ്ടാകേണ്ടിയിരിക്കുന്നു. നമുക്ക് ദൈവത്തോട് കൂടുതൽ അടുക്കുവാനും ദൈവത്തിൻ്റെ കൃപ ഏറിയ അളവിൽ പ്രാപിക്കുവാനുമൊക്കെ ഇടയാക്കാൻ ദൈവ വഴികളിൽ ഉപയോഗിക്കപ്പെട്ട വ്യക്തികളോടോ ജീവിത നിലവാരം പുലർത്തുന്നവരോടോ ഒന്നും കൂടപ്പിറപ്പുകളെ നമുക്ക് വൈരാഗ്യബുദ്ധിയോ കയ്പോ ഒന്നും തോന്നേണ്ട ആവശ്യമേയില്ല. നമ്മെ ദൈവസന്നിധിയിൽ അടുപ്പിക്കുന്നതിനും ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടുന്നതിനും ദൈവത്താൽ ഉയർത്തപ്പെടുന്നതിനും ഉപകരിക്കപ്പെടുന്ന വ്യക്തികളോട് പ്രതികാര ചിന്ത വെച്ചിട്ട് നമുക്കൊരു കാര്യവുമില്ല. പകരം നന്ദിയും സ്നേഹവും പകരുകയാണ് വേണ്ടിയത്. പലപ്പോഴും നാമും ജോസഫിൻ്റെ സഹോദരന്മാരെ പോലെ ആയിത്തീർന്നിട്ടില്ലേ? നമുക്ക് ജോസഫിനെ പോലെ ആകാൻ കഴിഞ്ഞിട്ടുണ്ടോ? ദൈവസ്നേഹത്താൽ നമ്മെ സ്നേഹിക്കുന്നവരെ സംശയിക്കുകയോ ഭയക്കുകയോ ചെയ്യരുത്. അതുപോലെ തന്നെ നാം കർത്താവായ യേശു ക്രിസ്തുവിന് നമ്മോടുള്ള സ്നേഹത്തെ ഒരിക്കലും നാം സംശയിക്കുന്നവരാകരുത്. നാം ഇന്നും പ്രിയരെ കർത്താവിനെ ഉപദ്രവിക്കുന്നവരോ സംശയിക്കുന്നവരോ ആണോ എന്ന് നമ്മെ തന്നെ ആത്മശോധനയ്ക്ക് വിധേയപ്പെടുത്തുവാൻ ഇടയായിത്തീരുക. കർത്താവ് നമുക്ക് രക്ഷ വരുത്തിയിരിക്കുന്നതിനാൽ നാം കർത്താവിനോട് സ്നേഹമുള്ളവരോ നന്ദിയുള്ളവരോ ആണോ? കർത്താവിനെ നാം സ്നേഹിക്കുന്നുവെങ്കിൽ അത് തികഞ്ഞ സ്നേഹമായിരിക്കട്ടെ. പൊള്ളയായ സ്നേഹം കർത്താവ് കൈക്കൊള്ളുകയില്ല. പൊള്ളയായ സ്നേഹം കപടവിശ്വാസികളുടേതാണ്. നമുക്ക് കർത്താവിനോടുള്ള സ്നേഹം തികഞ്ഞതാണോ പൊള്ളയാണോ എന്നെങ്ങനെ തിരിച്ചറിയാൻ കഴിയും? കർത്താവിൻ്റെ കൽപ്പനകൾ അനുസരിക്കുന്നതിലൂടെ നമുക്ക് കർത്താവിനോടുള്ള സ്നേഹത്തെ പ്രകടമാക്കുവാൻ കഴിയും. നാം കർത്തൃകൽപ്പന അനുസരിക്കുന്നതിലും ദൈവത്തെ ആരാധിക്കുവാൻ ഇറങ്ങിത്തിരിക്കുന്നതിനാലും കൂടപ്പിറപ്പുകളെ ഒരിക്കലും നാം മനുഷ്യരെ ഭയക്കരുത്. അങ്ങനെയെങ്കിൽ നമ്മുടെ സ്നേഹം, നാം മനുഷ്യരെ ഭയക്കുന്നെങ്കിൽ നമ്മുടെ സ്നേഹം തികഞ്ഞതായിരിക്കില്ല. കൂടപ്പിറപ്പുകളെ, സ്നേഹത്തിന് ഭയമില്ല. ഭയപ്പെടുന്നവൻ സ്നേഹത്തിൽ തികഞ്ഞവനുമല്ല. കർത്താവ് നിങ്ങൾക്ക് എന്ത് ചെയ്തിരിക്കുന്നു എന്നറിഞ്ഞ് അവൻ്റെ കൽപ്പനകൾ അനുസരിച്ച് ഭയത്തെ പുറത്താക്കി തികഞ്ഞ സ്നേഹത്തിന് ഉടമകളായി തീർന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുക. പ്രാർത്ഥനയ്ക്കായി നമ്മുടെ കണ്ണുകളെ നമുക്ക് അടയ്ക്കാം. പരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായ നല്ല ദിവസം, ദൈവത്തിന് മാറ്റമില്ലാത്ത തിരുവചനം ശ്രദ്ധയോടെ കേട്ട് ധ്യാനിക്കുവാൻ ഞങ്ങൾക്ക് നൽകി തന്ന നല്ല അവസരത്തിനായി കർത്താവിനെ ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു. ഇന്നിൻ്റെ ആവശ്യങ്ങളുടെ മുൻപിൽ കർത്താവെ പതറി നിൽക്കുവാൻ ഇടയാകാതെ കേൾക്കപ്പെട്ട വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ദൈവത്തെ സ്നേഹിച്ച് കർത്താവിൻ്റെ കൽപ്പനകളും പ്രമാണങ്ങളും മനുഷ്യനെ ഭയക്കാതെ അനുസരിച്ച് ദൈവത്തോടുള്ള സ്നേഹം തികഞ്ഞതാക്കി തീർക്കുവാൻ ഞങ്ങളെ സഹായിക്കണം. ഞങ്ങളുടെ ഉള്ളിൽ വ്യാപരിക്കുന്ന ഭയത്തെ പുറത്താക്കുവാൻ കർത്താവ് കൃപ പകരണമേ, ആത്മാവിൻ്റെ ബലം നൽകി തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സമർപ്പിച്ച പ്രാർത്ഥിക്കുന്ന മക്കളുമേൽ കർത്താവെ മറുപടികളും വിടുതലുകളും കൊടുത്ത് അനുഗ്രഹിച്ച് വഴി നടത്തണം. സൗഖ്യം ആവശ്യമായവർക്ക് ഇന്ന് പകൽ സൗഖ്യം കൽപ്പിക്കണമേ, വിടുതൽ ആവശ്യമുള്ളവർക്ക് ഇന്ന് പകൽ വിടുതൽ കൽപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടവൻ കൃപയ്ക്കായി സ്തോത്രം. സകലതും ഞങ്ങൾക്ക് വേണ്ടി ജീവൻ തന്ന യേശു കർത്താവിൻ ധന്യമായ നാമത്തിൽ താഴ്മയോട് അപേക്ഷിക്കുന്നു. ദയ തോന്നി കേൾക്കുമാറാകണമേ. ആമേൻ. പ്രിയ വചനങ്ങളാൽ പരിശുദ്ധനായ കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമ്മുടെ വാഴ്ചപ്പെട്ട കർത്താവിൻ്റെ വരവ് അടുത്തിരിക്കുന്നതിനാൽ അവൻ്റെ വരവിന് വേണ്ടി നമുക്ക് അധികം ശ്രദ്ധയോടെ ഒരുങ്ങി കാത്തിരിക്കാം. മാറാനാഥ.